നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കീം 2026 എക്സാമിനെ കുറിച്ചുള്ള കുറെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ. പലർക്കും പലതും അറിയാതെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഈ എക്സാം വരുമ്പോഴും ചിലപ്പോൾ അത് അറിയാതെ എക്സാമിന് പോകാറുണ്ട്. കാരണം ഇതിനെക്കുറിച്ചുള്ള ബോധവാന്മാരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഇപ്പൊ താരതമ്യേന വളരെ കുറവാണ്. അത്രയും സമയം മെനക്കെടാനുള്ള ആ മനസ്ഥിതി ഇല്ല. നേരത്തെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് എക്സാമിന് നല്ല രീതിയിൽ കൂടെ മീൻസ് നന്നായിട്ട് പഠിച്ചിട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ്. പക്ഷെ പഴയ കാലത്ത് അങ്ങനെയല്ല. കുട്ടികൾക്ക് ഒരു എൻട്രൻസ് എക്സാം ആകുമ്പോഴത്തേക്ക് കൂടുതൽ നേരത്തെ തന്നെ എല്ലാം അറിഞ്ഞ് നല്ല രീതിയിൽ കൂടെ എഴുതി നല്ല റാങ്ക് അടിച്ചു മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പൊ അങ്ങനത്തെയുള്ള രീതികൾ കുറച്ച് കുട്ടികൾക്കേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ലേറ്റായിട്ട് അറിഞ്ഞാൽ മതി, എന്ത് വന്നാലും ഞാൻ ഇപ്പോഴേ പഠിക്കുന്നില്ല, ഇപ്പോഴേ മെനക്കെട്ട് ഇതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ള ഒരു മനോഭാവം ഉള്ളവരാണ്. അപ്പൊ അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൽ എത്തുമ്പോൾ ഇതെല്ലാം പാടെ ഫെയിൽ ആവുന്ന രീതിയിലോട്ട് പോകും. നമ്മുടെ ഏകദേശം ഞാനൊരു ഡേറ്റ പറയാം. നമുക്ക് എല്ലാ വർഷങ്ങളിലും 1,00,000 മീൻസ് 1,00,000 നെയ്ബർഹുഡിലായിരിക്കും കുട്ടികൾ എഴുതാറുള്ളത്. മീൻസ് 1 ലാഖിന് അടുത്തോ. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്വാളിഫൈ ചെയ്യുന്നവർ ഏകദേശം 60,000 പേരാണ്. ക്വാളിഫയിങ് ലിസ്റ്റ് വരുന്നത് ഏകദേശം ഒരു 55,000 പേര്. ഇങ്ങനെയാണ്. അപ്പൊ ഈ 40,000 പേര് അപ്പോഴേ എന്തായി പോയി, ഫെയിലായി. മീൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങളായിരിക്കും ക്വാളിഫൈ മാർക്ക് എത്ര ആണെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ഉടനെ ഒരു ചോദ്യമുണ്ട്. ഉടൻ തന്നെ നമ്മൾ ഇപ്പൊ ഈ വീഡിയോ തന്നെ അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് സെഷൻ, സെക്കൻഡ് സെഷൻ. നമ്മുടെ എക്സാമിന് 150 മാർക്കാണ്. അതിനെ നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ സെഷൻ ഫിസിക്സും കെമിസ്ട്രിയും കൂടി 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനോട് 45 ക്വസ്റ്റ്യൻസും നമ്മുടെ ഫിസിക്സ് ആണ്. 30 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75-ലെ 30 ക്വസ്റ്റ്യൻസും ആരാണ്, നമ്മുടെ കെമിസ്ട്രി ആണ്. ഓക്കെ, അപ്പൊ 45 30. 45-ന് 180, 30-ന് 120 എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ് കേട്ടോ. അപ്പൊ 45 × 4 180, ഇവിടെ 30 × 4 120. ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ 300 മാർക്ക്. അപ്പോൾ 300 മാർക്കാണ് ഫിസിക്സിനും കെമിസ്ട്രിയും കൂടെ നമുക്ക് ടോട്ടൽ കിട്ടാനുള്ള സാധ്യത. ഇനി സെക്കൻഡ് സെഷൻ വരുന്നത് മാത്സ് ആണ്. മാത്സിന് അതേപോലെ തന്നെ 75 × 4 നമുക്ക് അവിടെയും 300 മാർക്ക്. അപ്പൊ ടോട്ടൽ ഫിസിക്സ്, കെമിസ്ട്രി പ്ലസ് മാത്സ് നമുക്ക് കിട്ടുന്നത് 600 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ എൻട്രൻസ് എക്സാമിന് കിട്ടുന്ന മാർക്ക്. ഈ 600-നെ അത് കൺവേർട്ട് ചെയ്ത് 300-ലോട്ട് മാറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് 600-ൽ 400 കിട്ടിയാൽ അത് 300-ലാകുമ്പോൾ 200 ആവും. ഓക്കെ, ആ രീതിക്കുള്ള കണക്കാണ് വരുന്നത്. അപ്പൊ 600-ലാണ് നിങ്ങളുടെ മാർക്ക് വരുന്നതെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ മാർക്ക് 600-ലാണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് എൻട്രൻസ് മാർക്ക് 300-ലോട്ട് മാറ്റും. ഇനി നിങ്ങളുടെ +2 മാർക്ക് അതും നിങ്ങളെ 300-ലോട്ട് മാറ്റും. ഓക്കെ, 300 നിങ്ങൾക്ക് എത്ര കിട്ടി? അപ്പൊ +2-ന്റെ ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അതിൽ ഏതൊക്കെ? +2 മാത്രം. +1 എടുക്കില്ല കേട്ടോ. അപ്പൊ അങ്ങനെയാണ് അത് വരുന്നത്. 120 120 120 360-ലാണ് കേട്ടോ. ഈ 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 80 മാർക്ക്. നമ്മുടെ 60 മാർക്കാണ് നമ്മുടെ തിയറി എക്സാം +2-ന്റേത്, 20 മാർക്ക് ഇന്റേണല്, 40 മാർക്ക് പ്രാക്ടിക്കൽ. അങ്ങനെ 60 20 40. അങ്ങനെയാണ് 120 ഒരു സബ്ജക്റ്റിന്. അങ്ങനെ 3 സബ്ജക്റ്റിനാകുമ്പോൾ 360. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഈ 360-നെ കൺവേർട്ട് ടു 300. അത് നമുക്ക് 300-ലോട്ട് മാറ്റും കേട്ടല്ലോ. ആ 300-ലോട്ട് മാറ്റിയിട്ട് അങ്ങനെ ടോട്ടൽ നമ്മുടെ പിന്നെ എന്താക്കും, എൻട്രൻസും +2-ഉം കൂടെയുള്ള ടോട്ടൽ മാർക്ക് പിന്നെ 600-ലാണ് നമ്മുടെ ഫൈനൽ വരുന്നത്. ഫൈനൽ എൻട്രൻസിന്റെ മാർക്കും +2-ന്റെ മാർക്കും കൂടെ രണ്ടുകൂടി ചേർന്ന് 600. അപ്പൊ ഇതിനകത്ത് ഒരു നോർമലൈസേഷൻ പ്രോസസ് ഒക്കെ ഉണ്ട് നമ്മുടെ 12th മാർക്കിന്. അത് നമ്മൾ ആ ടൈമിൽ ഒരു പെർസെന്റേജ് ഒരു കുറെ പരിപാടിയുണ്ട് കേട്ടോ. അത് നമുക്ക് ഇച്ചിരി പാടായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. പലർക്കും നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായി. ഈ വർഷവും പ്രോബ്ലം ഒക്കെ ഉണ്ടാവാം. അതൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അറിയും കേട്ടോ. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം നിലവിലൊക്കെ മെത്തേഡിൽ കൂടെ പോകുമ്പോൾ 300 മാർക്ക് കിട്ടിയാൽ പോലും, മീൻസ് ഫുൾ മാർക്ക് കിട്ടിയാൽ പോലും മാർക്ക് കുറയുന്നുണ്ട്. 10 20 25 മാർക്ക് നമുക്ക് എഴുതി കിട്ടിയതിനകത്ത് കുറച്ചാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യാൻ കേരള സിലബസിൻ്റെത്. CBSE സ്റ്റുഡൻസിന് പക്ഷേ ഇച്ചിരി കൂടുതൽ കിട്ടുകയും ചെയ്യും. അവർക്ക് കൂടുകയും നമ്മുടെ മാർക്ക് കുറയുകയും ചെയ്യും. ഇതിനൊരു പരിഹാരം ഇല്ല എന്ന് പറയുന്ന പോലെ ചില സിനിമയ്ക്ക് അതിപ്പോഴും വന്നിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം ഉണ്ടെങ്കിൽ വരാം, അത്രേ ഉള്ളൂ. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമ്മുടെ 600-ലാണ് എൻട്രൻസിന്റെ ആകെ മാർക്കെങ്കിലും അതിനെ നമ്മൾ 300-ലോട്ട് കൺവേർട്ട് ചെയ്യും.
12th മാർക്കിനെ നമുക്ക് 360 300 കൺവേർട്ട് ചെയ്യും. അങ്ങനെ രണ്ടോടെ ചേർത്ത് ഫൈനൽ നിങ്ങൾക്ക് കിട്ടുന്ന 600 ഈ 600 നമുക്ക് ഏകദേശം ഒരു 330 തൊട്ട് 350 വരെ മാർക്ക് കിട്ടുന്നവർക്ക് ഏകദേശം 10,000 എന്ന് പറയുന്ന 10,000 റാങ്കിന്റെ നെയ്ബർഹുഡിൽ എത്താം. അപ്പുറോ ഇപ്പുറോ ഒക്കെ എത്താനുള്ള സാധ്യത. ഇവനാണ് നിങ്ങൾ ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത്. ഒരു നോർമലായിട്ട് പഠിക്കുന്നവർക്ക് ഈ മാർക്കിന് ഇടയ്ക്ക് കിട്ടുന്നവർക്ക് ഉറപ്പായിട്ടും 10,000 റാങ്കിന് എറൗണ്ട് നിൽക്കാം. 10,000 റാങ്കിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നല്ലൊരു കോളേജ് നമുക്ക് കിട്ടും. അപ്പൊ ഈ കോളേജിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മുടെ വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് കോളേജസുകൾ, ഓരോ കോളേജിൽ ഏതൊക്കെ കോഴ്സുകൾ, ഏത് കോളേജിലാണോ ഓരോ കോഴ്സിന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കോളേജിൽ എല്ലാ കോഴ്സും ഒരേപോലെ ഫേമസ് ആവാറില്ല, ഏറ്റവും പോപ്പുലർ ആവത്തില്ല. ചില കോഴ്സുകൾ മാത്രമേ ആ കോളേജിൽ പോപ്പുലർ ആവത്തുള്ളൂ. മറ്റുള്ള കോഴ്സുകൾക്ക് വലിയ പ്രസക്തി കാണില്ല, ഇമ്പോർട്ടൻസ് കാണില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ +2 വരെ പഠിച്ച പോലെ അല്ല കോളേജിൽ ഇമ്പോർട്ടൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കോളേജ് സെലക്ഷൻ, നെക്സ്റ്റ് കോഴ്സ് സെലക്ഷൻ. ഇതൊക്കെ ചേർന്നുള്ള വീഡിയോസുകൾ ഇങ്ങനെ വരാൻ കിടക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാം പടിപടിയായിട്ട് നിങ്ങൾ എത്തിച്ചിരിക്കുക. അപ്പൊ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് ആണെന്നുള്ളത് ആദ്യം മനസ്സിലായി. നെക്സ്റ്റ് നെഗറ്റീവ് മാർക്സ് ഉണ്ട് കേട്ടോ. നെഗറ്റീവ് മാർക്ക് നിങ്ങൾക്ക് 1 മാർക്കാണേ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നിങ്ങൾ 1 മാർക്ക് നിങ്ങൾ കിട്ടിയെന്ന് പോകും എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് മാർക്സ് കിട്ടുന്നവരുണ്ട്. ടോട്ടലി അവസാനം വരുമ്പോൾ എൻട്രൻസ് മാർക്ക് നെഗറ്റീവിലോട്ട് ഈ 300 എൻട്രൻസിന്റെ മാർക്ക് നെഗറ്റീവ് കിട്ടുന്നവർ ഒത്തിരി പേരാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഫെയിൽ ആകുന്ന കുട്ടികളിലൊക്കെ മാർക്ക് നോക്കുമ്പോൾ നെഗറ്റീവ് ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ നെഗറ്റീവ് മാർക്ക് -1 ആണ്. അപ്പൊ നിങ്ങളൊരു 10 നമുക്ക് എല്ലാം കൂടെ ഞാൻ ചുമ്മാ പറയാം. 300 ക്വസ്റ്റൻസ് ഉണ്ടല്ലോ, 150 ക്വസ്റ്റൻസ്, 75 70 150 ക്വസ്റ്റൻസ്. നിങ്ങളൊരു 50 ക്വസ്റ്റൻസുകൾ എഴുതി, 50 ക്വസ്റ്റൻസ് എഴുതി, അതിനകത്ത് 40 ക്വസ്റ്റൻസുകൾ ശരിയായി, 10 ക്വസ്റ്റൻസുകൾ തെറ്റിപ്പോയി. ഇത് ശരിയായി, ഇത് തെറ്റിപ്പോയി. 50 ക്വസ്റ്റൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തുള്ളൂ. 50 എണ്ണത്തിൽ 40 എണ്ണം കറക്റ്റ് ആണ്, 10 എണ്ണം തെറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എത്ര ആയിരിക്കും? അപ്പൊ 40 എണ്ണം ശരിയായപ്പോൾ 40 × 4 160 മാർക്ക് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളതിന് കിട്ടി. പക്ഷെ 10 എണ്ണം എന്തായി പോയി? തെറ്റി. അതിന്റെ ഒരു -1 ഉണ്ട്, -10 കേട്ടോ. അപ്പൊ ഇത് രണ്ടും ചേരുമ്പോൾ 150 മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. 150 മാർക്ക് നിങ്ങൾക്ക് എന്തായി? എൻട്രൻസിൽ നിന്നും കിട്ടി. 300ൽ 150 ആയിട്ടുണ്ട് കേട്ടോ. 300 എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഈ ക്വസ്റ്റ്യൻസിന്റെ മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഈ +2ന്റെ അല്ല ഇവിടെ. ഇങ്ങനെയാണ് ഈ 150. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയാ, ഇത് വരുമ്പോൾ 600ലാണ് ഈ മാർക്ക് വരുന്നത്. ഇതിനെ നമ്മൾ 300ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 75 മാർക്കാണ് കിട്ടുന്നത്. 75. ഇത് 600ലാണ്. എന്നാൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞത്, ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് ഒരു 75, ഇവിടെ ഒരു 75, രണ്ടോടെ ചേരുമ്പോൾ 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 150 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ 50 ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്തു. ഈ 50 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തതിൽ 40 എണ്ണം ശരിയായപ്പോൾ 160 കിട്ടി. 10 എണ്ണം തെറ്റിയപ്പോൾ -10, രണ്ടോടെ ചേർന്ന് 150. അപ്പോൾ 600ൽ നിങ്ങൾക്ക് 150. ഇതിനെ എൻട്രൻസ് മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 300ലോട്ട് മാറ്റുമ്പോൾ 75. ഈ 75നോട് കൂടിയാണ് നിങ്ങളുടെ +2 മാർക്ക് 300ലോട്ട് മാറ്റിയതോടെ ചേർത്ത് ആഡ് ചെയ്യും കേട്ടല്ലോ. അതാണ് ഫൈനൽ നമ്മുടെ 600ൽ എൻട്രൻസ് ++2ന്റെ ടോട്ടൽ മാർക്ക്. ഇവിടെയാണ് നമ്മുടെ റാങ്ക് കാൽക്കുലേഷൻ, ഈ മാർക്കിലാണ്. ഇതാണ് ഇതിന്റെ കാൽക്കുലേഷൻ മീനിങ്. കാര്യങ്ങളൊക്കെ മെത്തേഡും കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് 12ന്റെ മാർക്ക് പലർക്കും എത്രയായിരിക്കണം എന്നുള്ളതുണ്ട്. 12ന്റെ മാർക്ക് ഇപ്പോഴത്തെ രീതിയിൽ കൂടെ ഒക്കെ പറയുന്നത്, അത് മാറ്റമില്ലെന്ന് തോന്നുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ജനറൽ സ്റ്റുഡൻസിന് 50% മാർക്ക് വേണം. പക്ഷെ അങ്ങനെയൊന്നും ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ പേപ്പറിലെ കാണുന്നുള്ളതെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എത്രയാണോ എന്നുള്ളത് ഡൗട്ട് ഉണ്ട്. എന്നാലും ഞാൻ പറയാം, ഇപ്പോഴത്തെ രീതി വെച്ചോണ്ട 50% ആണ് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് വേണ്ടത്. അതിന് അത് നമുക്ക് എന്തെങ്കിലും റിലാക്സേഷൻ എന്തെങ്കിലും ഉള്ള കുട്ടികൾക്കാണെങ്കിൽ 40%, 40% മതി. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് 40% നമുക്ക് മാർക്ക് മതി. ഓക്കെ, ഇതിന് ക്വാളിഫൈ മീൻസ് 12th മാർക്കിന്റെ ക്വാളിഫൈങ് മാർക്കാണ് ഞാൻ പറഞ്ഞത്. എൻട്രൻസ് ജയിച്ച് നമുക്ക് കീമിന് പോകാൻ. ഇനി ഒത്തിരി മാർക്ക് കുറവാണെങ്കിൽ നമുക്ക് എൻട്രൻസ് കിട്ടിയാലും 12th മാർക്ക് കുറവാണെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. ഈ മാർക്കിന്റെ ഇതിനേക്കാളും കുറവാണെങ്കിൽ കിട്ടത്തില്ല. ഇനി എൻട്രൻസിന്റെ മാർക്ക് ഉണ്ടല്ലോ, 300ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി പ്ലസ് മാത്സിന്റെ 300 മാർക്കിലോട്ട് മാറ്റുമ്പോൾ അവിടെ നിങ്ങൾക്ക് 10 മാർക്കാണ് ഇപ്പോഴത്തെ രീതിയിൽ കൂടെ നിങ്ങൾക്ക് എൻട്രൻസിന് തനിയെ പാസ്സായി ക്വാളിഫൈ ചെയ്യാം. നമ്മൾ പറഞ്ഞില്ലേ 40,000 പേര് തോറ്റു അല്ലെങ്കിൽ ഫെയിൽ ആകുന്നു. 1,00,000ൽ
40,000 പേര് ഫെയിൽ ആകുന്നു, 60,000 പേര് ശരിയാക്കുന്നു, ക്വാളിഫൈ ചെയ്യുന്നു. ഈ ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ 300-ൽ 10 മാർക്ക്. ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് അതിൽ ചിരി വരും. 10 മാർക്ക്, ഇതൊക്കെ എന്ത് സിമ്പിൾ. പക്ഷെ ഈ 10 മാർക്ക് കിട്ടാത്തൊരു ഒത്തിരി പേരുണ്ട്. കിട്ടാൻ അത്ര ഈസി അല്ല കേട്ടോ. അപ്പൊ ഇനി ഇത് ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഉടൻ തന്നെ വീഡിയോ എത്തുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ 10 മാർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉറപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ എത്തുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം, പിന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള 1 ഇയർ ക്ലാസ്സിനാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിനകത്ത് ഏറ്റവും വേണ്ടത് പല രീതിക്കുള്ള സ്ട്രാറ്റജി കേട്ടോ. ഒറ്റ രീതിയിൽ കൂടെ നമുക്ക് ഒരിക്കലും ഇത് നേടിയെടുക്കാൻ പറ്റില്ല. പല രീതിക്കുള്ള സ്ട്രാറ്റജിയിൽ കൂടെയാണ് നമുക്ക് ഇതിനെ കവറപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മാക്സിമം നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് ഓവറോൾ മനസ്സിലായിട്ടുണ്ട്. എല്ലാം കൂടെ വേണ്ട ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത കാര്യങ്ങളോട്ട് എത്തും. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.